യോ ഗൈസ് വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് റെസ്റ്റോറൻറ്റ് ടൈക്കൂൺ 3. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് അപ്ഗ്രേഡ് നമ്മുടെ ഗെയിമിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. ഹോപ്പ്ഫുള്ളി നമുക്ക് ഒരു സ്റ്റാറും കൂടി ഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ആദ്യത്തെ പരിപാടിയായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ മെനുവിലുള്ള ആവശ്യമില്ലാത്ത വില കുറഞ്ഞ ഡിഷസൊക്കെ എടുത്ത് കളയാനായിട്ട് പോവുകയാണ്. നമ്മുടെ മെനുവിൽ ഹൈ കോസ്റ്റ് ഐറ്റംസ് മാത്രം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഹൈ കോസ്റ്റ് ഐറ്റംസ് മാത്രമേ മേടിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് റവന്യൂ കിട്ടുന്നത് ഭയങ്കരമായിട്ട് കൂടും. ഓൾസോ നമുക്കിവിടെ ഒരു ഡിഷിൻ്റെ പ്രൈസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമുക്ക് തന്തൂരി ചിക്കൻ്റെ പ്രൈസ് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചിക്കൻ വേണമെങ്കിൽ നമുക്ക് ആദ്യം ഫ്രിഡ്ജ് വേണം. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഫ്രിഡ്ജില്ല, ഭയങ്കര മോശം. സോ നമുക്ക് കിട്ടുന്ന പൈസയിൽ ഫ്രിഡ്ജും മേടിക്കണം, ബാക്കി കുറച്ച് അപ്ഗ്രേഡുകൾ നടത്തണം. കുറച്ചല്ല, കുറച്ചധികം. ഓക്കെ, നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്ലോർ ഞാൻ കിടിലമാക്കിയിട്ടുണ്ട്. ഫ്ലോർ ഞാൻ മൊത്തത്തിൽ മാറ്റി വേറൊരു ഫ്ലോർ സെറ്റ് ചെയ്തു. ആൻഡ് എനിക്കൊരു ഐഡിയ തോന്നുന്നു, അതായത് നമുക്ക് കുറച്ച് വലിയ ടേബിളുകൾ മേടിച്ചിട്ടിട്ട് 4-5 കസേര നമുക്ക് ഒരുമിച്ചിടാം. 4-5 കസേര ഒരുമിച്ചിട്ടിട്ട് നമുക്ക് 4 കസ്റ്റമേഴ്സിനെ ഒരു ടേബിളിൽ സീറ്റ് ചെയ്യിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻകം കൂടും. അതായത് ടേബിളിൻ്റെ എണ്ണം നമുക്ക് കൂട്ടാം ആൻഡ് ഓൾസോ നമുക്ക് കിട്ടുന്ന ഇൻകം കൂടും. ലെറ്റ്സ് ഡു ഇറ്റ് ഫസ്റ്റ്. ഓക്കെ, ബൈ ദ വേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ അപ്ഗ്രേഡ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഞാൻ 2 വെയിറ്ററിനെ വെച്ചിട്ടുണ്ട്. ഒന്ന് മാത്യു, ഒന്ന് എമിലി, നമ്മുടെ നേരത്തെ വെയിറ്റർ. ആൻഡ് 2 പേരെ ഞാൻ ലെവൽ 2 ആക്കി. ഓൾസോ ഞാനൊരു ബരിസ്റ്റേനേയും കൂടി വെച്ചു. ബരിസ്റ്റേനെ വെച്ചതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രിങ്ക് ഒക്കെ ഉണ്ടല്ലോ, കഴിഞ്ഞ തവണ നമ്മൾ സ്മോൾ ഡ്രിങ്കിങ് മെഷീൻ മേടിച്ച് വെച്ചായിരുന്നു. അത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് ലാർജ് ഡ്രിങ്കിങ് മെഷീൻ കൊണ്ടുവന്നു. എന്നിട്ട് സ്മോൾ ഡ്രിങ്കിങ് മെഷീൻ നമ്മൾ എടുത്ത് കളഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല. ആൻഡ് ഈ ബരിസ്റ്റേൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഡ്രിങ്ക്സിൻ്റെ കാര്യമെല്ലാം പുള്ളിക്കാരൻ നോക്കിക്കോളും. ഇത്ര അപ്ഗ്രേഡാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓഫ് ക്യാമറയിൽ കൊണ്ടുവന്നത്. പിന്നെ കുറച്ച് ഡെക്കറേഷൻസ് നമ്മൾ ആഡ് ചെയ്തായിരുന്നു. ഇതാണ് നമ്മുടെ ബിഗ് ഡ്രിങ്ക് മെഷീൻ. നമുക്കിനി ഒരു ഫ്രിഡ്ജും കൂടി മേടിച്ച് വെക്കാം. ഫ്രിഡ്ജ് മേടിച്ചാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇൻഗ്രീഡിയൻസ് മേടിച്ചിട്ട് നമ്മുടെ ഡിഷസിൻ്റെ പ്രൈസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ ബേസിക് അഡ്വർടൈസിങ് എനേബിൾ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ബേസിക് അഡ്വർടൈസിങ് എനേബിൾ ചെയ്തു. ഇറ്റ്സ് എൻ അപ്ഗ്രേഡ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. നമുക്കിവിടെ കുറച്ച് ദൂരം പോകാനായിട്ട് ഇവർ പറയുന്നുണ്ട്. എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ബേസിക് അഡ്വർടൈസിങ് എനേബിൾ ചെയ്തപ്പോഴത്തേക്കും വന്ന സംഭവമാണ്. നമ്മുടെ ഫ്ലെക്സാണ് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. ഞാൻ ഫേമസ് ആയി ഗൈസ്. നമ്മുടെ ഫ്ലെക്സൊക്കെ വന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്ലെക്സ് അവിടെ അവന്മാർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്താൽ അടുത്ത അപ്ഗ്രേഡ് ആയിട്ട് നമുക്ക് നമ്മുടെ മാനേജർ ഡെസ്ക് നമുക്ക് എടുക്കാം ഗൈസ്. നമ്മൾ മാനേജർ ഡെസ്ക് എടുക്കാനായിട്ട് പോവുകയാണ്. മാനേജർ ഡെസ്ക് നൗ അവൈലബിൾ ഇൻ ബിൽഡ് മോഡ്. ഇനി നമുക്ക് മാനേജർ ഡെസ്ക് എന്താണെന്ന് നോക്കാം. അതെടുത്തിട്ട് നമുക്ക് വെച്ചിട്ട് എന്താ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ മാനേജർ ഡെസ്ക് ഇവിടെ ഉണ്ട്. ഈ സാധനം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് തൽക്കാലം വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കസ്റ്റമർ എൻകൗണ്ടർ ഉണ്ട്. അതായത് റെഗുലർ കസ്റ്റമേഴ്സിനെ കാണുന്നതാണോ. ഓക്കെ, അതുപോലെ തന്നെ കസ്റ്റമർ തോട്ട്സ് ഉണ്ട്. ഈ ഒരു പ്ലേസിനെ പറ്റിയുള്ള റിവ്യൂ. ഐ ആം നോട്ട് ഇൻ എ ഹറി, ദ ബാത്റൂം ഈസ് സോ സ്മോൾ. അതൊക്കെയുണ്ട്. നമുക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റ് വലുതാക്കാം. അപ്പോൾ അവന്മാർക്ക് ഈ പ്രശ്നമൊക്കെ മാറിക്കിട്ടും. പിന്നെ ഇതിൻ്റെ അകത്ത് ഫ്രാഞ്ചൈസ് ഉണ്ട്. നമുക്ക് ഫ്രാഞ്ചൈസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്ത് ഓഫ്ലൈനായിട്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ടോട്ടൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇത്രയാണ് മാനേജർ ഡെസ്കിലുള്ളത്. ഇനി എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും, എനിക്ക് അറിയത്തില്ല. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി ചിക്കനും മിൽക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ തന്തൂരി ചിക്കൻ ഞാൻ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. 16 രൂപയിലോട്ട് നമ്മൾ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ഡിഷും നമുക്ക് ബൂസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓൺ ക്യാമറ ഗ്രൈൻഡ് ചെയ്യാൻ നല്ല പാടാണ് ഗൈസ്. അടുത്ത ദിവസം വരുമ്പോഴത്തേക്കും ഞാൻ ഓഫ് ക്യാമറ നല്ല രീതിക്ക് ഗ്രൈൻഡ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഇന്ന് നമ്മൾ അത്യാവശ്യം ചെറിയ അപ്ഗ്രേഡുകൾ ചെയ്തു, ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ചെയ്തത്. അടുത്ത ദിവസം വരുമ്പോൾ കിടിലമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തേക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.